ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് റാൻഡി ഓർട്ടൺ കെവിൻ ഓവൻസ് ഇവരുടെ സെഗ്മെന്റ് ആണ് ആദ്യം നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റ് നോക്കുമ്പോൾ നല്ല അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. അതുപോലെ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നമ്മൾ കാണാൻ കാത്തിരുന്ന ഒരു സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ CM പങ്ക്, റോമൻ റെയ്ൻസ്, സെത്ത് റോളൻസ് ഇവരുടെ സെഗ്മെന്റ് ആണ്. എന്നാൽ ഈ സെഗ്മെന്റ് മെയിൻ ഇവന്റ് ആയിട്ടാണ് വെച്ചത്. ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ റാൻഡി ഓർട്ടൺ, കെവിൻ ഓവൻസ് ഇവരുടെ സെഗ്മെന്റും റോമൻ, സെത്ത്, CM പങ്ക് ഇവരുടെ സെഗ്മെന്റും ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു പന്ന ഷോ ആയിട്ടാണ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് തോന്നിയത്. നടത്തിയിട്ടുള്ള എല്ലാ മാച്ചുകളും വളരെയധികം വലിച്ചിലായിരുന്നു. അത് വുമൺസിന്റെ മാച്ചൊക്കെ പറയേ വേണ്ട, ഭയങ്കരമായി വലിച്ചു നീട്ടി വളരെ മോശം അവസ്ഥയിലാണ് പോയത്. എന്നാൽ സ്മാക്ഡൗണിനെ രക്ഷിച്ചത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിംഗ് സെഗ്മെന്റും അതുപോലെ തന്നെ മെയിൻ ഇവന്റ് സെഗ്മെന്റുമാണ്. ഇനി സ്മാക്ഡൗൺ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചത് എന്ന് പറയാം. ഫസ്റ്റ് റാൻഡി ഓർട്ടൺ റിങ്ങിൽ വന്ന സമയത്ത് അവിടെയുള്ള ഫാൻസ് ഭയങ്കരമായും റാൻഡി ഓർട്ടന്റെ തീം മ്യൂസിക് എല്ലാം പാടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് റാൻഡി ഓർട്ടൺ മൈക്കെടുത്ത് സംസാരിക്കാൻ നോക്കിയ സെക്കൻഡിൽ തന്നെ കെവിൻ ഓവൻസ് അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം റാൻഡി ഓർട്ടനോട് മാപ്പ് ചോദിക്കുന്നതായിട്ട് കാണിച്ചിരുന്നു. അതായത് റാൻഡി ഓർട്ടനെ കെവിൻ ഓവൻസ് പൈൽ ഡ്രൈവ് ചെയ്ത് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് മാപ്പ് ചോദിക്കുന്നത് പോലെ. അതേസമയം കെവിൻ ഓവൻസ് പറയുന്നുണ്ട് സാമി സൈനും കോഡി റോഡ്സിനും ആ ഒരു പൈൽ ഡ്രൈവിന്റെ ആവശ്യമെല്ലാം ഉണ്ടായിരുന്നു എന്നും, എന്നാൽ റാൻഡി ഓർട്ടൻ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിൽ എനിക്ക് കുറ്റബോധമുണ്ട്, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്ന ടൈപ്പിലൊക്കെ. എന്നിട്ട് കെവിൻ ഓവൻസ് പറയുന്നുണ്ട് ഞാൻ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം ഇതാണ് എന്ന്. അതായത് കോഡി റോഡ്സിനെ സപ്പോർട്ട് ചെയ്ത് കോഡി റോഡ്സിന്റെ ഭാഗത്ത് നിന്നതുകൊണ്ടാണ് കെവിൻ ഓവൻസ് റാൻഡി ഓർട്ടനെ അറ്റാക്ക് ചെയ്തത് എന്നൊക്കെ. എന്നിട്ട് കെവിൻ ഓവൻസ് പറയുന്നുണ്ട് നീ എന്നോട് ക്ഷമിക്കുകയാണെങ്കിൽ നീ കോഡി റോഡ്സിന്റെ കൂടെ ടീമാവാൻ നോക്കിയത്, അല്ലെങ്കിൽ കോഡി റോഡ്സിനെ സപ്പോർട്ട് ചെയ്തത് ഞാനും ക്ഷമിക്കാം. നമ്മൾക്ക് റെസൽമേനിയയിൽ ടാഗ് ടീം ആയിക്കൊണ്ട് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിച്ച് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പൊക്കെ വിൻ ചെയ്ത് ആ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞുകൊണ്ട് വീണ്ടും ഒന്നിച്ച് വർക്ക് ചെയ്യാം എന്നൊക്കെ പറയും. അതുപോലെ കെവിൻ ഓവൻസ് പറയുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ വന്ന് കർമിലോ ഹേസിനെ രക്ഷിച്ചുകൊണ്ട് പോയത് നിന്റെ പഴയ സ്വഭാവത്തിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് താൻ അത് തടഞ്ഞത് എന്നൊക്കെയാണ് കെവിൻ ഓവൻസ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടൈപ്പിലൊക്കെയാണ് റാൻഡിയോട് പറഞ്ഞത് മെയിനായിട്ടും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് റെസൽമേനിയയിൽ വിൻ ചെയ്യാമെന്ന്. എന്നാൽ റാൻഡി ഓർട്ടൺ കെവിൻ ഓവൻസിന്റെ ഓഫർ ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല. റാൻഡി ഓർട്ടൺ കെവിൻ ഓവൻസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് നീ അന്ന് എന്നെ പൈൽ ഡ്രൈവ് ചെയ്ത് അറ്റാക്ക് ചെയ്തതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇപ്പൊ എന്റെ ഹെഡിലെ ആ ഒരു വോയിസ് എല്ലാം എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ റെസൽമേനിയയിൽ നിന്നെ ഞാൻ പൊൻകിക്ക് ചെയ്തുകൊണ്ട് എന്റെ പ്രതികാരം ഞാൻ തീർക്കും എന്ന ടൈപ്പിലാണ് റാൻഡി പറഞ്ഞത്. അതായത് റാൻഡി കെവിൻ ഓവൻസിനെ റെസൽമേനിയയിലേക്ക് ചാലഞ്ച് ചെയ്യുന്നത് പോലെ ഈ സെഗ്മെന്റിന്റെ അവസാനം ചെന്നെത്തി. അതുപോലെ ഇവരുടെ റെസൽമേനിയ മാച്ചും കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസൽമേനിയയിൽ കെവിൻ ഓവൻസിനെ തിരിച്ചു കൊടുക്കും എന്നാണ് റാൻഡി ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ നല്ല സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. രണ്ടുപേരും നന്നായി തന്നെ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നീട് സ്മാക്ഡൗൺ എപ്പിസോഡിൽ ടാഗ് ടീം മാച്ചാണ് നടന്നത്. ഡാമിൻ പ്രീസ്റ്റ് ആൻഡ് ജിമ്മി ഉസോ വേഴ്സസ് ഡ്രൂ മാക്കിൻടയർ ആൻഡ് ഷിൻസ്കെ നാക്കമോറ, ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ഡ്രൂ മാക്കിൻടയറും ഡാമിൻ പ്രീസ്റ്റും ഭയങ്കരമായി ഫൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ നാക്കമോറ വന്ന് ഡ്രൂ മാക്കിൻടയറെ ഹെൽപ്പ് ചെയ്ത സമയത്ത് ജിമ്മി ഉസോ വന്നുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിന് സപ്പോർട്ടായി നിന്നൊക്കെയാണ് ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഈ മാച്ച് അത്യാവശ്യം നന്നായി തന്നെയാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ പകുതിക്ക് വെച്ച് നാക്കമോറ ജിമ്മി ഉസോക്ക് കമന്ററി ടേബിളിന്റെ മുകളിലെല്ലാം ഇട്ട് ഫിനിഷർ കൊടുത്തിരുന്നു. അതുപോലെ മാച്ചിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജിമ്മി ഉസോ റിങ്ങിന് പുറത്ത് വെച്ച് ഡ്രൂ മാക്കിൻടയറെ അറ്റാക്ക് ചെയ്തു. അതേസമയം തന്നെ നാക്കമോറയ്ക്ക് ഡാമിൻ പ്രീസ്റ്റ് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഡാമിൻ പ്രീസ്റ്റ് ആൻഡ് ജിമ്മി ഉസോ ഇവരാണ് വിൻ ചെയ്തത്. മാച്ച് കഴിഞ്ഞതിന് ശേഷം ഡ്രൂ മാക്കിൻടയർ റിങ്ങിൽ കയറി ഡാമിൻ പ്രീസ്റ്റിനെ അറ്റാക്ക് ചെയ്ത ശേഷം ക്ലൈമാക്സ് എല്ലാം ചെയ്തുകൊണ്ട് ഇവരുടെ റെസൽമേനിയ സ്റ്റോറിയിൽ ഡ്രൂ മാക്കിൻടയർ ആണ് വീണ്ടും ലീഡ് ചെയ്തു പോയത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ യുണൈറ്റഡ് ചാമ്പ്യൻ LA നൈറ്റും ബ്രോൺ സ്ട്രോമനും കണ്ടു സംസാരിച്ചു. അപ്പോൾ ഇതിൽ മെയിനായിട്ടും ബ്രോൺ സ്ട്രോമൻ പറയുന്നത് ഇക്കഫാട്ടോ ആയിട്ടുള്ള മാച്ചിൽ വിൻ ചെയ്ത് കഴിഞ്ഞാൽ LA നൈറ്റിന്റെ അടുത്തേക്ക് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി വരും എന്നാണ്. എന്നിട്ട് നമ്മൾക്ക് തമ്മിൽ ചാമ്പ്യൻഷിപ്പൊക്കെ വെക്കാം എന്ന ടൈപ്പിൽ. അതായത് ഈ മാച്ച് വിൻ ചെയ്യുന്നവർക്ക് ചാമ്പ്യൻഷിപ്പ് ലെവലിൽ മാച്ച് കിട്ടും. ഇങ്ങനെയൊക്കെയാണ് ജേക്കബ് ഫാട്ടു ബ്രോൺ സ്ട്രോമൻ മാച്ച് കൺഫേം ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ജേക്കബ് ഫാട്ടു ബ്രോൺ സ്ട്രോമൻ ഇവരുടെ മാച്ചാണ് നടന്നത്. അപ്പോൾ ഈ മാച്ചും അത്യാവശ്യം നല്ല മാച്ചായിട്ട് തോന്നി. പക്ഷെ ഇതൊരു സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് തൊട്ട് ഇത് തന്നെയാണ് സ്മാക്ഡൗണിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കുന്നത്. എന്നാലും മാച്ച് എല്ലാം സെറ്റായിട്ട് കൊണ്ടുപോയി മാച്ചിന്റെ അവസാനത്തിൽ
ജേക്കബ് ഫാൾട്ടിനെ ബ്രോൺ സ്ട്രോമൻ സമോൺ സ്പൈക്ക് എല്ലാം ചെയ്ത് അറ്റാക്ക് ചെയ്തു. അതുപോലെ അനൗൺസ് ടേബിളിന്റെ മുകളിലേക്കെല്ലാം ഇടിച്ചു തെറിപ്പിച്ചു. അതിനുശേഷം മാച്ചിന്റെ അവസാനം ബ്രോൺ സ്ട്രോമൻ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ടോമ ടോങ്ക സോളോ സിക്കാവയെല്ലാം വന്നുകൊണ്ട് ബ്രോൺ സ്ട്രോമനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് ജേക്കബ് ഫാൾട്ടി സോളോ സിക്കാവ ഇവർക്ക് സ്പാർക്ക് വന്നുവെങ്കിലും ഇവർ ഒന്നിച്ചു നിന്നുകൊണ്ട് ബ്രോൺ സ്ട്രോമനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻ LA നൈറ്റ് അവിടെ വന്നുകൊണ്ട് ബ്രോൺ സ്ട്രോമനെ സേവ് ചെയ്ത് ഇവരെല്ലാം അറ്റാക്ക് ചെയ്തു. ഇവർ തിരിച്ചറ്റാക്ക് ചെയ്യാൻ നോക്കിയ സമയത്തും LA നൈറ്റ് ആൻഡ് ബ്രോൺ സ്ട്രോമൻ ഇവരാണ് ലീഡ് ചെയ്തത്. പിന്നീട് ജേക്കബ് ഫാൾട്ടി സോളോ സിക്കാവ ഇവരെല്ലാം റിംഗിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം ബ്രോൺ സ്ട്രോമൻ ഈ ഒരു മാച്ച് വിൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അനൗൺസ് ചെയ്യും. അതായത് നെക്സ്റ്റ് വീക്ക് സ്മാക്ഡൗൺ എപ്പിസോഡിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് LA നൈറ്റ് വേഴ്സസ് ബ്രോൺ സ്ട്രോമൻ. പിന്നീട് വുമൻസിന്റെ മാച്ച് സെലീന വേഗ വേഴ്സസ് പൈപ്പർ നിവിൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ചൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ടുപോയിരുന്നുവെങ്കിൽ അത്യാവശ്യം നല്ല മാച്ചായിട്ട് ഈ മാച്ച് കിട്ടിയേനെ. ഈ മാച്ച് വളരെയധികം ലെങ്ത് കൂട്ടി മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഇൻട്രസ്റ്റ് ഒന്നും വന്നില്ല. അതുപോലെ മാച്ചിന്റെ ക്ലൈമാക്സിൽ ചെൽസി ഗ്രീനും അതുപോലെ തന്നെ ആൽബ ഫയർ എല്ലാം ചീറ്റ് ചെയ്തുകൊണ്ട് പൈപ്പർ നിവിനാണ് ഈ മാച്ച് വിൻ ചെയ്തത്. അതായത് സെലീന വേഗ ഈ മാച്ച് തോറ്റുപോയി. പിന്നീട് നടന്ന മാച്ച് വുമൻസിന്റെ മാച്ച് ആയിരുന്നു. അതും ജേഡ് കാർഗിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം ചെയ്യുന്ന മാച്ച്. അപ്പോൾ ഈ മാച്ച് നടന്നത് ജേഡ് കാർഗിൽ വുമൻസ് ടാഗ് ടീം ചാമ്പ്യൻ ലിവ് മോർഗൻ ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. എങ്കിലും ഈ മാച്ചും പകുതിക്ക് വെച്ചുകൊണ്ട് ഭയങ്കരമായി വലിപ്പിച്ച് മുന്നോട്ട് പോയത് പോലെയാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ ജേഡ് കാർഗിൽ വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് നയോമി വന്നതിന് ശേഷം ജേഡ് കാർഗിൽ നയോമിനെ അറ്റാക്ക് ചെയ്തു. പിന്നീട് ഒരു അവസരം കിട്ടിയ സമയത്ത് നയോമി ചാമ്പ്യൻഷിപ്പ് വെച്ച് റഫറി കാണാതെ ജേഡ് കാർഗിലിനെ അറ്റാക്ക് ചെയ്തു. ശേഷം ഈ ഒരു അവസരം ഉപയോഗിച്ച് ലിവ് മോർഗൻ ജേഡ് കാർഗിലിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ലിവ് മോർഗനാണ് വിൻ ചെയ്തത്. അതിനുശേഷം നയോമി ജേഡ് കാർഗിലിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് ഇവരുടെ റെസൽമേനിയ പ്ലാനുമായിട്ട് മുന്നോട്ട് പോയി. അപ്പോൾ അവസാനം കാണിച്ച ഈ ഒരു സെഗ്മെന്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഈ മാച്ച് ഞാൻ പറഞ്ഞതുപോലെ ഭയങ്കരമായി വലിപ്പിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഡ്രൂ മാക്കൻടയർ ഡാമിൻ പ്രീസ്റ്റിനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെത്ത് റോളൻസ് വരുന്നതായിട്ടും ഇവർ ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. പിന്നീട് ന്യൂ ടാഗ് ടീം ചാമ്പ്യൻസായ സ്ട്രീറ്റ് പ്രോഫിറ്റ്സിന്റെ സെഗ്മെന്റ് ആണ് നടന്നത്. അപ്പോൾ ഇതിൽ സാന്റോസിന്റെ ടീമും അതുപോലെ തന്നെ പ്രീറ്റി ഡെഡ്ലി എല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രീറ്റി ഡെഡ്ലി ടീമിന്റെ കൂടെ നെക്സ്റ്റ് വീക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. എന്നാൽ ഇന്ന് സംഭവിച്ചത് സാന്റോസ് എസ്കോബറിന്റെ കൂടെയുള്ള ഏഞ്ചൽ ആൻഡ് ഹുംബർട്ടോ ഇവരുടെ കൂടെ ടാഗ് ടീം ചാമ്പ്യൻസായ പ്രോഫിറ്റ്സിന് ഒരു മാച്ച് ആയിരുന്നു. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ മാച്ച് നല്ല മാച്ചായിട്ടാണ് പോയത്. രണ്ട് ടീമും നന്നായി തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ നോക്കുന്ന സമയത്ത് സ്ട്രീറ്റ് പ്രോഫിറ്റ്സിനെ ഭയങ്കരമായിട്ടും ഫേസ് ആയിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ നമ്മൾക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ വാക്കിംഗ് സ്റ്റിക്ക് ചെയറെല്ലാം വെച്ചുകൊണ്ട് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് ടീമിനെ എല്ലാം അറ്റാക്ക് ചെയ്ത് റോയൽ റംബിളിൽ അവരുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ അവസരമെല്ലാം കളഞ്ഞ് ഒരു ഹീൽ ടീമായിട്ടാണ് ഇവർ മുന്നോട്ട് പോയത്. പെട്ടെന്ന് വന്ന് ഫേസായി നന്മമരങ്ങളായപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റായിട്ട് തോന്നിയില്ല. ഈ മാച്ചിന്റെ അവസാനത്തിൽ ഏഞ്ചൽ ആൻഡ് ഹുംബർട്ടോ ഇവരെ തോൽപ്പിച്ചുകൊണ്ട് സ്ട്രീറ്റ് പ്രോഫിറ്റ്സ് തന്നെയാണ് വിൻ ചെയ്തത്. അടുത്തത് സെത്ത് റോളൻസ്, CM പങ്ക്, റോമൻ റെയിൻസ് ഇവരുടെ മെയിൻ ഇവന്റ് സെഗ്മെന്റിനെ പറ്റി പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇവരുടെ സ്മാക്ഡൗൺ മെയിൻ ഇവന്റ് സെഗ്മെന്റിൽ റോമൻ റെയിൻസ് ആണ് ആദ്യം വന്നത്. വന്നതിന് ശേഷം റോമൻ റെയിൻസ് അവിടെയുള്ള ഫാൻസിനോട് റോമൻ റെയിൻസിനെ ട്രൈബൽ ചീഫായിട്ട് അംഗീകരിക്കാനായിട്ടെല്ലാം പറയുന്നുണ്ട്. അതുപോലെ റോമൻ റെയിൻസ് വന്ന സമയത്ത് വേറെ ലെവൽ സപ്പോർട്ടാണ് ഫാൻസ് ചെയ്തിട്ടുള്ളത്. റോമന് മാത്രമല്ല സെത്തും CM പങ്കും വന്ന സമയത്ത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല ഫാൻസ് സപ്പോർട്ട്. ഇനി ഈ സെഗ്മെന്റിൽ റോമൻ റെയിൻസ് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. അപ്പോൾ റോമൻ റെയിൻസ് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് റോയൽ റംബിളിൽ CM പങ്ക് റോമൻ റെയിൻസിനെ ചതിച്ചു എന്നും അതുകൊണ്ട് കഴിഞ്ഞ റോ എപ്പിസോഡിൽ CM പങ്കിനെ റോമൻ റെയിൻസും ചതിച്ചു എന്നാണ് പറയുന്നത്. അതായത് റോമനെ റോയൽ റംബിൾ മാച്ചിൽ നിന്നും എലിമിനേറ്റ് ചെയ്ത കാര്യത്തെ പറ്റിയും റോമൻ അതിന് പ്രതികാരമായിട്ട് CM പങ്കിനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയാണ് പറഞ്ഞത്. അതുപോലെ സെത്ത് റോളൻസ് റോയൽ റംബിളിൽ എന്നെ കൊല്ലാൻ നോക്കി എന്നും റോമൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ റോ എപ്പിസോഡിൽ ഞാൻ അവനെയും അറ്റാക്ക് ചെയ്ത് എൻ്റെ പ്രതികാരം തീർത്തത് ഈ ഒരു ടൈപ്പിലൊക്കെ. എന്നിട്ട് റോമൻ റെയിൻസ് അവസാനം പറയുന്നത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് നേരിട്ട് വരാം എന്ന ടൈപ്പിലാണ്. പിന്നീട് അവിടെ ഫസ്റ്റ് സെത്ത് റോളൻസ് ആണ് വന്നത്. സെത്ത് റോളൻസ് വന്നതിന് ശേഷം CM പങ്കിനെയാണ് ഭയങ്കരമായി കുറ്റം പറഞ്ഞത്. അതായത് CM പങ്ക് ഈ കമ്പനിക്ക് ഒരു ബാധ്യതയാണെന്നും അവനെ താൻ ഇല്ലാതാക്കാൻ നോക്കിയതാണ് ആ ഒരു റോ സ്റ്റീൽ കേജ് മാച്ചിലെന്നും എന്നാൽ അത് റോമൻ റെയിൻസ് വന്ന് കുളമാക്കി എന്നൊക്കെയാണ്
സെത്ത് പറയുന്നത് റോമൻ റെയിൻസ് വന്നില്ലായിരുന്നുവെങ്കിൽ CM പങ്കിനെ താൻ ഇല്ലാതാക്കിയേനെ എന്ന്. എന്നാൽ അതുകൊണ്ട് കുഴപ്പമില്ല, ഈ ഒരു സ്റ്റോറി നമ്മളെ രണ്ടുപേരെയും പറ്റിയാണ് നിൽക്കുന്നത് എന്ന് സെത്ത് റോമനോട് പറയുന്നുണ്ട്. അതായത് നീയും ഞാനും നീയും ഉൾപ്പെട്ടാണ് ഈ ഒരു സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. നീയില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ നീയുമില്ല എന്ന ടൈപ്പിലൊക്കെ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഒരു അവസ്ഥ. നമ്മുടെ ഈ ഒരു സ്റ്റോറിയിൽ ഒരുപാട് ചാപ്റ്റർ ഉണ്ട്. അതിലൊരു ചാപ്റ്ററിന് ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായ സമയത്ത് CM പങ്കിൻ്റെ തീം മ്യൂസിക് പ്ലേ ആയി. പിന്നീട് അവിടെ CM പങ്ക് വന്നതിന് ശേഷം പറയുന്നത്, നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ മാച്ച് ചെയ്തിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത മാച്ചിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്നെ തോൽപ്പിച്ചിട്ടില്ല എന്ന ലെവലിലൊക്കെ. അതുപോലെ തന്നെ റോമൻ പറഞ്ഞ കാര്യത്തിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അതായത് റോയൽ റംബിൾ എന്ന് പറയുന്നത് എല്ലാവർക്കും സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള മാച്ചാണ് എന്നും അതുകൊണ്ട് ഞാൻ നിന്നെ എലിമിനേറ്റ് ചെയ്തതിൽ നിനക്കൊന്നും പറയാൻ സാധിക്കില്ല എന്നാണ് റോമനോട് CM പങ്ക് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ സഹായിച്ചില്ലായിരുന്നു എങ്കിൽ നീ ആ ഒരു റോയൽ റംബിൾ മാച്ചിൽ പോലും വരില്ലായിരുന്നു എന്ന്. അതായത് സർവൈവർ സീരീസിൽ CM പങ്ക് റോമൻ റെയിൻസിന്റെ ടീമിനെ സഹായിച്ച കാര്യത്തെ പറ്റിയാണ് മെൻഷൻ ചെയ്തത്. അതുപോലെ പോൾ ഹേമനോട് ഒരു സഹായം ചോദിക്കാമെന്ന് പറഞ്ഞിരുന്നു, അത് പിന്നെ ചോദിക്കാം എന്ന ടൈപ്പിലെല്ലാം പറഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ റോമൻ റെയിൻസിനെ അറ്റാക്ക് ചെയ്തു. അങ്ങനെ ഒരു ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുമ്പോൾ സെത്ത് CM പങ്കിനെ ചെന്ന് അറ്റാക്ക് ചെയ്ത് റോമനെ നൈസായിട്ട് സേവ് ചെയ്യാൻ നോക്കിയെങ്കിലും റോമൻ റെയിൻസ് സെത്തിനെയും തിരിച്ചടിച്ച് ഇവർ മൂന്ന് പേരും ഭയങ്കരമായി ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകും എന്ന് വിചാരിച്ച അപ്പോഴേക്കും തുരപ്പന്മാരുടെ ഒരു കൂട്ടം അവിടേക്ക് ഓടിയെത്തി. അതായത് ഇപ്പം എന്തെങ്കിലും അറ്റാക്കിംഗ് സെഗ്മെന്റ് നടന്നു കഴിഞ്ഞാൽ ഈ പിടിച്ചുമാറ്റൽ കമ്മിറ്റിക്കാരെ ഒന്നുകൊണ്ട് ഭയങ്കരമായി കുളമാക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. എന്നാൽ അവരെയും മറികടന്ന് ഇവർ ഭയങ്കരമായി ഫൈറ്റ് എല്ലാം ചെയ്തു പോയി. അവസാനം ദേഷ്യം വന്ന റോമൻ റെയിൻസ് സ്റ്റെപ്പ് എടുത്തുകൊണ്ട് വന്ന് CM പങ്കിനും സെത്ത് റോളൻസിനും ഇട്ട് സ്റ്റെപ്പ് വെച്ച് 2 എണ്ണം കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം സ്മാക്ക് ഡൗൺ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ നടന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു സെഗ്മെന്റ് കാണാൻ വേണ്ടിയിട്ട് നിറയെ വലിച്ചു നീട്ടൽ നമ്മൾക്ക് കാണേണ്ടി വന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ സ്മാക്ക് ഡൗൺ ഒരു പന്ന ഷോ ആയിട്ടാണ് തോന്നിയത്. റാൻഡി, കെവിൻ ഓവൻസ്, റോമൻ, സെത്ത്, CM പങ്ക് ഇവരില്ലായിരുന്നു എങ്കിൽ അടപടലം സ്മാക്ക് ഡൗൺ ആയി പോയേനെ ഇന്ന്. അപ്പോൾ സ്മാക്ക് ഡൗണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.